1930കളുടെ തുടക്കം, കൃത്യമായി പറഞ്ഞാൽ 1934 ജനുവരി. തലശ്ശേരിയിലെ ആലിഹാജ പള്ളിയിൽ കുറച്ചാളുകൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയാണ്. ചർച്ച മറ്റൊന്നുമായിരുന്നില്ല, ഒരു പത്രം വേണം. എന്തിനാണ് പത്രം? സ്വാതന്ത്ര്യ സമരത്തിന് ആക്കം കൂട്ടാൻ, മുസ്ലിം സമുദായത്തെ സമുദ്ധരിക്കാൻ. ചർച്ച പുരോഗമിക്കുന്നു. 12ഓളം ആളുകളുള്ള ഒരു ചർച്ച. സിദി സാഹിബ് അടക്കമുള്ള ആ യോഗത്തിൽ പങ്കെടുത്ത മനുഷ്യൻ KM മൗലവി അഥവാ തയ്യിൽ മുഹമ്മദ് കുട്ടി മൗലവി. വർഷങ്ങൾ അതും കഴിഞ്ഞ് 1930കളുടെ അവസാനം തലശ്ശേരിയിൽ ആദ്യത്തെ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി വരുന്നു. രണ്ടാമത്തെ കമ്മിറ്റി തിരൂരങ്ങാടിയിൽ വരുന്നു. പ്രസിഡന്റ് KM മൗലവി. അതും കഴിഞ്ഞ് 1940കളുടെ തുടക്കത്തിൽ മലബാർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി നിലവിൽ വരുന്നു. പ്രവർത്തക സമിതി അംഗമായി KM മൗലവി. അതും കഴിഞ്ഞ് 1948 നവംബർ 11 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കേരള ഘടകത്തിൻ്റെ വൈസ് പ്രസിഡന്റായി മരിക്കുന്നതുവരെ അദ്ദേഹം തുടരുന്നു. പ്രിയമുള്ളവരെ, ഒരു വ്യക്തി എങ്ങനെയെല്ലാം സമുദായത്തിലേക്ക് പ്രസരിക്കാം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു KM മൗലവി.